നിലമ്പൂരിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഇതിന് മുന്നോടിയായുള്ള റോഡ് ഷോ പുരോഗമിക്കുകയാണ്. നൂറുകണക്കിന് പ്രവർത്തകരാണ് ആവേശത്തോടെ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ദേശീയ ജനാധിപത്യ സഖ്യം കേരള ഘടകത്തിൻ്റെ കൺവീനർ തുഷാർ വെള്ളാപ്പള്ളി, BJP സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ, PK കൃഷ്ണദാസ് തുടങ്ങിയ നേതാക്കൾ റാലിയിൽ പങ്കെടുക്കുന്നു. ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, അഡ്വക്കേറ്റ് മോഹൻ ജോർജ് അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. നേരത്തെ ശിവദാസ് തന്നെ പല റിപ്പോർട്ടുകളിലും പരാമർശിച്ചതുപോലെ മലയോര മേഖലയിൽ വലിയ സ്വാധീനമുള്ള ഒരു നേതാവാണ് മോഹൻ ജോർജ്. അതുകൊണ്ട് തന്നെ BJPക്ക് NDAക്ക് വലിയ പ്രതീക്ഷയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം സമ്മാനിക്കുന്നത്. റോഡ് ഷോ പുരോഗമിക്കുന്നു. റോഡ് ഷോയുടെ വിശദാംശങ്ങൾ ശിവദാസ്. അനിൽ നമ്പ്യാർ, NDAയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. നിലമ്പൂരിലെ താലൂക്ക് ഓഫീസിലെത്തി ഉപവരണാധികാരിക്ക് മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. റോഡ് ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലമ്പൂരിലെ ജ്യോതിപ്പടിയിൽ നിന്നുമാണ് റോഡ് ഷോ ആരംഭിച്ചത്. പ്രധാനപ്പെട്ട NDAയുടെ നേതാക്കളെല്ലാം തന്നെ ഈ റോഡ് ഷോയുടെ ഭാഗമായി ഇപ്പോഴുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, അതോടൊപ്പം തന്നെ BDJSന്റെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി, BJPയുടെ നേതാക്കളായ ശോഭാ സുരേന്ദ്രൻ, B ഗോപാലകൃഷ്ണൻ, PK കൃഷ്ണദാസ് അടങ്ങിയ ഒരു വലിയ നേതൃത്വം തന്നെ ഈ ഒരു റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിനം കൂടിയാണ് ഇന്ന്. 2 സെറ്റ് ആയിരിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. ഏതായാലും ശക്തമായ ഒരു പ്രചാരണവുമായി തന്നെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ NDA മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മലയോര മേഖലയുടെ പ്രതീക്ഷ കൂടിയായ ഒരു വ്യക്തി കൂടിയാണ് NDAയുടെ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ മത്സരരംഗത്ത് വന്നിരിക്കുന്നത്. അഡ്വക്കേറ്റ് മോഹൻ ജോർജ് കഴിഞ്ഞ 4.5 പതിറ്റാണ്ടായി നിലമ്പൂരിലെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ പരിചിതനാണ്. നിലമ്പൂരിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ സാധാരണക്കാർക്കിടയിൽ അദ്ദേഹം സുപരിചിതനാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ്. ഒരു ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ പ്രതിനിധി കൂടിയാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് മാർത്തോമാ സഭയുടെ വ്യത്യസ്ത ചുമതലകളിൽ അദ്ദേഹം നേരത്തെ തന്നെ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിലമ്പൂരിൽ കൃത്യമായി തന്നെ ഇടം പിടിച്ച, നിലമ്പൂരിലെ പൊതുപ്രവർത്തന മേഖലയിൽ ഇടം പിടിച്ച ഒരു വ്യക്തി കൂടിയാണ് ഇപ്പോൾ NDAയുടെ സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇനി 17 ദിവസമാണ് വോട്ടെടുപ്പിനായി ഉള്ളത്. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു പ്രചാരണത്തിനുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് NDAയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. അതിനുശേഷം സ്ഥാനാർത്ഥി ചില പ്രധാനപ്പെട്ട നേതാക്കളുമായും എല്ലാം തന്നെ കൂടിക്കാഴ്ചകൾ നടത്തി. അതിനുശേഷം ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനായി ഇപ്പോൾ റോഡ് ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി പ്രവർത്തകരാണ് ഈ റോഡ് ഷോയുടെ ഭാഗമായി നിരന്നിരിക്കുന്നത്. നമുക്കറിയാം, നിലമ്പൂർ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു അടിച്ചേൽപ്പിച്ച ഉപതെരഞ്ഞെടുപ്പാണ് എന്നൊരു ആക്ഷേപം പരക്കെ ജനങ്ങൾക്കുണ്ട്. കാരണം നിലമ്പൂരിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ 3ാമത്തെ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്. നേരത്തെ പാർലമെൻറ്റ് നിലമ്പൂർ എന്ന് പറയുന്നത് വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിന് അകത്ത് വരുന്ന, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുന്ന ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ് നിലമ്പൂർ. അതുകൊണ്ട് തന്നെ വയനാട് പാർലമെൻറ്റ് ഇലക്ഷൻ ആദ്യഘട്ടത്തിൽ ഉണ്ടായപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിച്ചു. ആ സമയത്ത് രാഹുൽ ഗാന്ധി 2 മണ്ഡലങ്ങളിൽ മത്സരിച്ച സമയത്ത് പിന്നീട് നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം രാജിവെക്കുകയാണ്. ആ സമയത്ത് അവിടെ നിലമ്പൂരിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നിലമ്പൂരിലെ ജനങ്ങൾ അതിൽ പങ്കാളികളായി. അതിനുശേഷം പിന്നീട് പ്രിയങ്ക ഗാന്ധി മത്സരിച്ച സമയത്ത് അതിൽ പങ്കാളികളായി. അതിനുശേഷം നിലമ്പൂരിലെ MLA ആയ PV അൻവർ LDFുമായി അകന്ന് LDFിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കളെ വിമർശിച്ചുകൊണ്ട് LDFിൽ നിന്നും പുറത്തു വന്നു. അങ്ങനെ വീണ്ടും നിലമ്പൂരിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായി. തുടർച്ചയായി തെരഞ്ഞെടുപ്പുകൾ നേരിട്ടത് കൊണ്ട് തന്നെ ജനങ്ങൾ ഒരു വലിയ രോഷത്തിലാണ്. നിലമ്പൂരിലുള്ള ജനങ്ങൾ വലിയ രോഷത്തിലാണ്. കാരണം തുടർച്ചയായുള്ള ഒരു അനാവശ്യമായ തെരഞ്ഞെടുപ്പുകളിൽ വലിയൊരു രോഷം ജനങ്ങളുടെ ഭാഗത്തു നിന്നും അത് എത്രത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളത് 23-ാം തീയതി നടക്കുന്ന
റിസൾട്ടിൽ കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലമ്പൂരിൽ ഇപ്പോൾ ശക്തമായ പ്രകടനം തന്നെയാണ് എല്ലാ മുന്നണി പ്രചാരണ പ്രവർത്തന രംഗത്ത് കാഴ്ചവെക്കുന്നത്. ഇന്ന് തന്നെ അല്പസമയം മുൻപ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായി PV അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അതോടൊപ്പം തന്നെ ഇടത് സ്ഥാനാർത്ഥി M സ്വരാജും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. UDFിൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. NDA സ്ഥാനാർത്ഥി ഇപ്പോൾ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. അതിൻ്റെ റോഡ് ഷോയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ശക്തമായൊരു ചതുഷ്കോണ പോരാട്ടത്തിലേക്കാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം കടക്കുന്നത്. കാരണം നമുക്കറിയാം ശിവദാസ്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BDJSൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു നിലമ്പൂരിൽ ജനവിധി തേടിയത്. ഇക്കുറി താമര ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി, അത് പാർട്ടി പ്രവർത്തകരിൽ ഉണ്ടാക്കുന്ന ആവേശം എത്രത്തോളമാണ്? അത് ഈ റോഡ് ഷോയിൽ പ്രകടമാണ്. തീർച്ചയായും പാർട്ടി പ്രവർത്തകർ വലിയൊരു ആവേശത്തിൽ തന്നെയാണ്. കാരണം പാർട്ടി ചിഹ്നത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് മത്സരരംഗത്തുള്ളത്. നേരത്തെ കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന മോഹൻ ജോർജ് അദ്ദേഹം 4.5 പതിറ്റാണ്ടായി ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലമ്പൂരുകാർക്ക് സുപരിചിതനാണ്. ഇന്നലെ BJP അംഗത്വം എടുത്തു. അദ്ദേഹത്തോടൊപ്പം തന്നെ മറ്റ് കേരള കോൺഗ്രസ് പ്രവർത്തകരടക്കം BJPയിൽ അംഗത്വം എടുത്തിരുന്നു. അങ്ങനെ BJPയിലേക്കുള്ള ഒരു ഒഴുക്ക് തുടരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല വലിയൊരു പ്രതിഷേധം LDF UDF മുന്നണികൾ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ട്. കാരണം ഇപ്പോൾ കഴിഞ്ഞ 2 തവണയായി PV അൻവറാണ് നിലമ്പൂരിനെ പ്രതിനിധീകരിച്ച് നിയമസഭാ ഉണ്ടായിരുന്നത്. അതിനു മുൻപ് ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു. 1987 മുതൽ 2016 വരെ ആര്യാടൻ മുഹമ്മദാണ് നിലമ്പൂർ നിയമസഭയിൽ ജനപ്രതിനിധിയായി ഉണ്ടായിരുന്നത്. പക്ഷേ ഈ കാലയളവിലൊന്നും തന്നെ രണ്ട് മുന്നണികളോടുമുള്ള വലിയൊരു പ്രതിഷേധത്തിന് കാരണവും അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ NDA സ്ഥാനാർത്ഥി തന്നെയാണ് ജനങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷ ഉള്ളത്. കഴിഞ്ഞ തവണ BDSന്റെ സ്ഥാനാർത്ഥിയായി ഗിരീഷ് മേക്കാടനായിരുന്നു മത്സരിച്ചിരുന്നത്. അന്ന് 12,500-ലേറെ വോട്ടുകൾ നേടാൻ BDJ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞിരുന്നു. ഏകദേശം 7% കൂടുതൽ വോട്ടുകൾ നേടാൻ അന്ന് BDJ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും BDJന്റെ അടക്കം എല്ലാവരുടെയും പിന്തുണ കൂടിയുണ്ട്. കേരള കോൺഗ്രസിന്റെ മുൻ നേതാവ് കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് മോഹൻ ജോർജ് കൂടി മത്സര രംഗത്തേക്ക് വരുമ്പോൾ പോരാട്ടം ഒന്നുകൂടി കടുപ്പിക്കാനുള്ള ഒരുക്കം തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പോരാട്ടത്തിലേക്ക് തന്നെയാണ് NDA കടക്കുന്നത് എന്നത് നമുക്ക് കൃത്യമായി തന്നെ പറയാൻ കഴിയും. കഴിഞ്ഞ രാഹുൽ ഗാന്ധി പാർലമെന്റിലേക്ക് മത്സരിച്ച സമയത്ത് സുരേന്ദ്രനായിരുന്നു NDAയുടെ സ്ഥാനാർത്ഥി. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് 17,500-ലധികം വോട്ട് സുരേന്ദ്രന് ലഭിച്ചിരുന്നു. അതായത് കൃത്യമായ ഒരു അടിത്തറ തന്നെ ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലുണ്ട്. നിർണായകമായ ഒരു ശക്തിയാകാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല NDAക്ക്. കാരണം ഇപ്പോൾ PV അൻവർ കൂടി മത്സര രംഗത്തേക്ക് വന്നതോടുകൂടി ശക്തമായ ഒരു മത്സരം തന്നെയാണ്. ഒരു വലിയ മത്സരം, അപ്രവചനാതീതമായ ഒരു മത്സരം തന്നെയാണ് ഇപ്പോൾ നിലമ്പൂരിൽ നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം UDFന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും നിലമ്പൂരുകാരനാണ്. LDFന്റെ സ്ഥാനാർത്ഥി M സ്വരാജും നിലമ്പൂർ ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. PV അൻവറും NDAയുടെ സ്ഥാനാർത്ഥിയും നിലമ്പൂരിലുള്ള വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും ശക്തമായ ഒരു മത്സരം, നിലമ്പൂരുകാർ ഏറ്റുമുട്ടുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. 4 പേരും പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളായ ഉൾപ്പെട്ട 4 പേരും ഈ നിലമ്പൂരുകാർ തന്നെയാണ്. ശക്തമായൊരു മത്സരം തന്നെ കാഴ്ചവെക്കും. എന്തായാലും ഈ മാസം 19-ാം തീയതിയാണ് പോളിംഗ് നടക്കുന്നത്, വോട്ടിംഗ് നടക്കുന്നത്. ഇനി 17 ദിവസം മാത്രമാണ് ഉള്ളത്. ഈ 17 ദിവസത്തിനുള്ളിൽ ശക്തമായ ഒരു പ്രചാരണം കാഴ്ചവെക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് പ്രധാന മുന്നണികളെല്ലാം തന്നെ ഉള്ളത്. ഇപ്പോൾ തന്നെ നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ NDA താഴെ തട്ടിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ ആരംഭിച്ചിരുന്നു. വീടുകൾ കയറിയുള്ള പ്രചാരണം അടക്കം നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ഇത്തരത്തിൽ കൃത്യമായ ചിട്ടയോട് കൂടിയിട്ടുള്ള
ഒരു പ്രവർത്തനം NDAയുടെ ഭാഗത്തു നിന്നും മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടന്നിരുന്നു. അതായത് PV അൻവർ രാജിവെച്ചത് തൊട്ടടുത്ത സമയം മുതൽ തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ NDAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഈ താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ അത് വോട്ടായി മാറും എന്നൊരു പ്രതീക്ഷ കൂടിയുണ്ട്. മാത്രമല്ല നിരവധി ജനവിരുദ്ധ പ്രവർത്തനങ്ങളാണ് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇപ്പോഴും മലയോര മേഖല നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ ഉണ്ട്. വന്യജീവി ശല്യം അടക്കമുള്ള വലിയ ഒരു പ്രശ്നം തന്നെയാണ് നിലമ്പൂരിനെ സംബന്ധിച്ച്. നിലമ്പൂർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രധാന പ്രശ്നം എന്ന് പറയാവുന്ന കൂടിയാണ് മലയോര മേഖലയിലെ ഇത്തരത്തിൽ വന്യജീവി ശല്യം. ഏകദേശം ഈ ഒരു 6 മാസത്തിനുള്ളിൽ മാത്രം ഏകദേശം 8 പേരുടെ ജീവനാണ് ഈ വന്യജീവി ശല്യത്തിൽ ഇവിടെ പൊലിഞ്ഞത്. അതോടൊപ്പം തന്നെ മലയോര മേഖല നമുക്കറിയാം, സാധാരണക്കാരായ നിരവധി ആളുകളാണ് മലയോര മേഖലയിൽ തിങ്ങിപ്പാർക്കുന്നത്. അവരുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയാണ്. വന്യജീവികൾ വ്യാപകമായി തന്നെ കൃഷി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതിനുള്ള കൃത്യമായ ഒരു പരിഹാരം മുൻകാലങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നോ മറ്റ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം കൃത്യമായ ഒരു ഇടപെടൽ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വിഷയങ്ങളൊന്നും തന്നെ ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ കിടക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും കൃത്യമായി നടപ്പാക്കാൻ ജനപ്രതിനിധികൾക്കോ മറ്റ് സംസ്ഥാന സർക്കാരിനോ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്കോ ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല. റോഡുകളെല്ലാം തന്നെ മിക്കതും പൊട്ടിപ്പൊളിഞ്ഞ ഒരു സാഹചര്യം. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുൻപുണ്ടായിരുന്ന ജനപ്രതിനിധികളോടുള്ള ഒരു വലിയ പ്രതിഷേധവും ദോഷവുമെല്ലാം തന്നെ ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. നിരവധി ജനകീയ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അത് സജീവമായി ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിലമ്പൂരിൽ രാഷ്ട്രീയമാണോ വികസനമാണോ ചർച്ച ചെയ്യുക, അതാണ് വരും ദിവസങ്ങളിൽ കാണേണ്ടത്. എന്തായാലും ഇടത് വലത് മുന്നണികളുടെയും NDAയുടെയും സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിൻ്റെ റോഡ് ഷോയാണ് ഇപ്പോൾ നിലമ്പൂരിൽ പുരോഗമിക്കുന്നത്. അല്പസമയത്തിനകം അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. നിലമ്പൂരിലൂടെ അഡ്വക്കേറ്റ് മോഹൻ ജോർജിൻ്റെ റോഡ് ഷോ പുരോഗമിക്കുന്നു.